ജോർജറ്റ് സാരിയിൽ ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മഞ്ജു വാര്യർ ഒരു ഇനോഗ്രേഷൻ പ്രോഗ്രാമിൽ ജോർജറ്റിൻ്റെ ഫുൾ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു സാരി വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലോസപ്പ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളടുത്ത് കുറേ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് സാരി തന്നെയാണ്, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റാണ്. ഹെവി ജോർജറ്റ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഹെവി ജോർജറ്റിൽ ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ആപ്ലിക് വർക്ക് ടൈപ്പിൽ വരുന്ന ബോർഡർ, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഫുൾ ബോർഡർ ഫുള്ളായിട്ട് ഒരു റെയിൻ സ്റ്റോൺ വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. ബോഡിയിലും ഇടയ്ക്കിടയ്ക്ക് ആപ്ലിക് വർക്ക് പോലെ ചെയ്തിട്ട് ഇതുണ്ട്. കുറച്ചും കൂടെ ക്യാമറ സൂം ചെയ്താൽ നല്ലൊരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു റെയിൻ സ്റ്റോൺ വർക്കും ബോർഡർ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്ന സിമ്പിളാണ്. കണ്ടോ, ഈ ഒരു പ്ലെയിൻ ഷെയ്ഡിൽ സിമ്പിളായിട്ട് വരുന്ന വർക്കും ബോർഡർ ഡിസൈനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 2890 റേഞ്ചിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജോർജറ്റ് സാരീസിൻ്റെ കളക്ഷനാണ്. 4 കളർ ചേഞ്ചസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. സിമ്പിളാണ്, കാരണം എന്ന് വെച്ചാൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് അതുപോലെ തന്നെ ഹെവി നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹെവി ലുക്ക് വരുന്ന ഒരു സാരീൻ്റെ കളക്ഷൻ. 2890 ആണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റഡ് ടൈപ്പിൽ വരുന്ന ബ്ലൗസാണ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു വിത്ത് ബ്ലൗസ് പ്ലസ് ഈ ഒരു സാരിയും കൂടെ വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലുക്ക് തന്നെ വേറെ ആയിരിക്കും. ഇതുണ്ടോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തെന്നാൽ മതി. 4 സൈഡ് ബോർഡറാണ്, ആപ്ലിക് വർക്ക് വിത്ത് റെയിൻ സ്റ്റോൺ. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് പേർപ്പിളാണ്. ഡാർക്ക് പേർപ്പിളിൽ ഇതുണ്ടോ, സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് പേർപ്പിളിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതേ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ്. ഇതാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്നത്. ആ വിസിബിളായിട്ട് വരുന്ന ഭാഗത്താണ് ഈ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് റെയിൻ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് സെയിം തന്നെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനാണ്. 2890. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ കണ്ടോ നല്ല ഭംഗിയാണ്. കാരണം വെച്ചാൽ ഫുൾ ഫ്ലോറൽ വർക്കിനെക്കാണിയും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പ്ലെയിൻ വന്നിട്ട് ആ ഒരു ബോർഡർ വരുന്ന സമയത്ത് നല്ലൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസൈനർ സാരിയുടെ ലുക്കായിട്ടാണ് വരുന്നത്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. ഈ ഒരു ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. എല്ലാറ്റിനും ഫ്ലോറൽ ബ്ലൗസും. നമ്മൾ നോർമൽ കാണുന്ന സാരി എന്ന് പറയുമ്പോൾ ജോർജറ്റിൽ ഫ്ലോറൽ ഡിസൈൻ ആണെങ്കിൽ നമ്മൾ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ബോർഡറിൽ നമ്മൾ ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ട് ബ്ലൗസ് ഫ്ലോറൽ ഡിസൈനായി പ്ലെയിൻ ആയിട്ട് കൊടുത്തു. ബോഡി ഫുൾ പ്ലെയിൻ കൊടുത്തിട്ട് ഒരു ആപ്ലിക് വർക്കും കൂടെ ചെയ്ത് വരുമ്പോൾ ഈ ഒരു സ്റ്റോൺ വർക്കും കൂടെ വരുമ്പോൾ ആ സാരിയുടെ ലുക്ക് തന്നെ വേറെയായി. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ കോഫി ബ്രൗൺ അല്ലേ, കോഫി ബ്രൗൺ ആണ്. ഇതിലും സെയിം തന്നെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത്. സാധാരണ നമുക്ക് എല്ലാ സാരീസും വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ന് കാണിച്ച സാരീസിൽ ഏറ്റവും കൂടുതൽ നല്ല ഭംഗി തോന്നുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ആണ്. അതിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ പ്ലസ് ആ ഒരു ബീഡ്സ് വർക്ക് കണ്ട് ഈ ഒരു റെയിൻ സ്റ്റോൺ ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു എലഗൻ ലുക്കാണ്. 2890. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. ഈ ഫ്ലോറലിൽ വരുന്ന ബ്ലൗസ് പീസാണ്. നമുക്ക് ഈ ബ്ലൗസാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ബോട്ടിനൊക്കെ അല്ലെങ്കിൽ ഒരു ടീഷർട്ടിന് പാറ്റേണിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബ്ലൗസിൽ കുറച്ചും കൂടെ ഒരു നോർമൽ ടൈപ്പിലുള്ള ഒരു സ്റ്റിച്ചിങ് ചെയ്യാണ്ട് ഒരു ഡിസൈനർ ടച്ച് കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളി സാരിയായിരിക്കും. നമ്മളൊരു ബോളിവുഡ് സ്റ്റൈൽസിലൊക്കെ കാണുന്ന സാരീസിൻ്റെ സെയിം ലുക്കായിരിക്കും നിങ്ങൾ വെയർ ചെയ്ത സമയത്ത്. 2890 ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.